ഇനിയും 100-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരികയാണ്. 94 മുതൽ ആരംഭിച്ച ചെറിയ ആ സങ്കീർത്തനങ്ങൾ ഉൾപ്പെട്ട ഭാഗം ഈ 100-ാം സങ്കീർത്തനത്തോടെ അവസാനിക്കുന്നു. ഈ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവായി കണ്ടു. യഹോവ രാജാവാകുന്നു എന്ന് നാം വായിച്ചു. 93-ാം സങ്കീർത്തനത്തിൽ നാം അത് കണ്ടു. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. ഭാവിയിൽ കർത്താവ് ഭൂമിയിൽ വീണ്ടും വരുന്ന സമയത്തെ ആണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അവൻ ഒന്നാമത് ഭൂമിയിൽ വന്നപ്പോൾ മഹിമയോടെ അല്ല വന്നത്. അതായത് രാജ്യത്വത്തിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ അല്ല അവൻ വന്നത്. ഒരു സാധാരണ കൊച്ചുകുട്ടിയെപ്പോലെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വന്നു. എന്നാൽ അവൻ വീണ്ടും വരുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മഹിമ ധരിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. 94-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവേ എന്ന്. കർത്താവ് വീണ്ടും ഭൂമിയിൽ വരുമ്പോൾ അവൻ സകല കാര്യവും നേരെയാക്കും. നമുക്കത് ചെയ്യുവാൻ കഴിയുകയില്ല. പിന്നീട് 95-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക എന്ന്, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക എന്ന്. 96-ാം സങ്കീർത്തനത്തിൽ യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ എന്ന് നാം വായിച്ചു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ എന്ന്. 97-ാം സങ്കീർത്തനത്തിൽ യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ എന്ന് പറയുന്നു. 98-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. 99-ാം സങ്കീർത്തനത്തിൽ യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ശ്രേഷ്ഠമായ അന്ത്യത്തിലേക്കാണ് നാം 100-ാം സങ്കീർത്തനത്തിൽ കടന്നു വരുന്നത്. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ അവസാനത്തെ ഹല്ലേലൂയ പല്ലവിയാണ് ഈ 100-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ മഹത്വകരമായ അവസാനം എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. 100-ാം സങ്കീർത്തനത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. മ്ലാന മുഖത്തോടു കൂടെ തൻ്റെ മുമ്പിൽ കടന്നു വന്ന് അവനെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിഷാദത്തിൻ്റെ സന്ദർഭങ്ങളുണ്ട്, പ്രശ്നങ്ങളുടെ സന്ദർഭങ്ങൾ ഉണ്ടാകാം, പരീക്ഷയിൽ വീണുപോകുന്ന അവസരങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടെ കടന്നു വന്ന് ദൈവത്തോട് ക്ഷമയ്ക്കായി അപേക്ഷിക്കുന്ന അവസരങ്ങളുണ്ടായിരിക്കാം. നാം നമ്മെ തന്നെ ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ അതൊന്നും തന്നെ ആരാധനയല്ല. ദൈവത്തെ സ്തുതിക്കുവാൻ വരുമ്പോഴാണ് നിങ്ങൾ അവനെ ആരാധിക്കുന്നത്. നിങ്ങൾ സന്തോഷമുള്ളവൻ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടുകൂടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. അതിൽ എല്ലാ ആളുകളും ഉൾപ്പെടുന്നു. അത് സാർവത്രികമായ സ്തോത്രമാണ്. കർത്താവ് വന്നിരിക്കുന്നു. ലോകത്തിന് സന്തോഷം എന്ന് സകല ഭൂമിയും ഒരുമിച്ച് പാടുവാൻ കഴിയുന്ന ഒരു സമയം വരാൻ പോകുന്നു. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. ഇത് സ്തോത്രത്തിൻ്റെ വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. അവന് സ്തോത്രം ചെയ്ത, അവനെ ആരാധിക്കുന്ന ഒരു കൂട്ടം, അവനെ മഹത്വപ്പെടുത്തുന്ന അവൻ്റെ ജനം. നാം ദൈവത്തിന് അധികമായി സ്തോത്രം ചെയ്യേണ്ടത് ആവശ്യമാകുന്നു സുഹൃത്തെ. നാം ദൈവത്തെ കൂടുതലായി ആരാധിക്കേണ്ടതാകുന്നു. നാം അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ വരേണ്ടത് ആവശ്യമാണ്. ഈ സങ്കീർത്തനം ഒരു വലിയ സ്തോത്രഗീതം പോലെയുള്ള ഒന്നാകുന്നു. തിരുവചനത്തിൽ പല സ്തോത്രഗീതങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു ആശീർവാദ വചനമാണുള്ളത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ദൈവം നമുക്ക് നല്ലവനായിരുന്നു. അവൻ നമുക്ക് സകല ആത്മീക അനുഗ്രഹങ്ങളും നൽകി. എന്നാൽ നമ്മിൽ പലരും ആ അനുഗ്രഹങ്ങൾ അവകാശമാക്കുന്നില്ല. ദൈവത്തെ നാം പരിമിതപ്പെടുത്തുന്നു. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ഇന്ന് ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ മറ്റൊരു മനോഹരമായ സ്തോത്രഗീതം കാണാൻ കഴിയും. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നുന്നു ഇല്ലേ? അന്ന് സകല ലോകവും അവനെ അറിയും. അതുകൊണ്ട് യഹോവയ്ക്ക് സ്തുതി പാടുവിൻ. സകലരെയും ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കാര്യം കാണാൻ കഴിയും.
സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഒരുപോലെ ഉൽപ്പത്തി ദൈവമാണെന്നും ഇവിടെ കാണാൻ കഴിയും. കർത്താവ് ദൈവമാകുന്നു എന്ന കാര്യം അറിയാൻ പാടില്ലാത്ത അനേകം ആളുകളുണ്ട്. അനേകം പള്ളിയിൽ പോകുന്ന ആളുകൾക്കും ഇത് അറിയില്ല എന്നത് വിചിത്രമായി തോന്നാമല്ലേ? 3-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ആദിമസഭയിൽ പീഡനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അപ്പോസ്തലന്മാർ യെരൂശലേമിലെ സഭയിൽ മടങ്ങി വന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അറിയിച്ചു. അവരുടെ റിപ്പോർട്ട് സഭയെ പ്രാർത്ഥനയ്ക്കായി പ്രേരിപ്പിച്ചു. കർത്താവേ, നീ ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥന ആരംഭിച്ചത്. അത് പറയുക വിഷമമില്ലാത്ത കാര്യമാണ് എന്ന് ചിലർ പറഞ്ഞേക്കാം. അതെ, എന്നാൽ ചോദ്യം ഇതാണ്, താങ്കൾ ഇന്ന് ആ കാര്യം വിശ്വസിക്കുന്നുവോ? ആത്മാർത്ഥമായി അത് വിശ്വസിക്കുന്നുവോ? കർത്താവിനെ ദൈവമാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ദൈവമല്ല എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി. ദൈവം സൃഷ്ടാവാകുന്നു. അവൻ സൃഷ്ടാവാകുന്നത് കൊണ്ട് നാം അവനെ ആരാധിക്കേണ്ടത് ആവശ്യമത്രേ. അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. നാം അവനെ സൃഷ്ടാവായി ആരാധിക്കുക മാത്രമല്ല, നാം അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളുമാകുന്നു. താങ്കൾ എങ്ങനെയാണ് ഒരു ആടായിത്തീരുന്നത്? താങ്കൾ വീണ്ടെടുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ആടിനു വേണ്ടി ഇടയൻ മരിച്ച സംഭവമാണിത്. ആട് ഈ ഇടയന് വേണ്ടി മരിച്ചില്ല. ഏത് ആടിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്? ഇസ്രായേൽ ജനമാണ് ആടുകൾ. യഹോവ നമ്മുടെ ഇടയനാകുന്നു. ഇസ്രായേൽ എന്ന കൂട്ടത്തിൽപ്പെടാത്ത വേറെ ആടുകളും തനിക്കുണ്ടെന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. കർത്താവാണ് ഇസ്രായേലിൻ്റെ ഇടയൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം അവൻ്റെ വകയാകുന്നുവെങ്കിൽ അവൻ എൻ്റെയും നിങ്ങളുടെയും ഇടയനുമാകുന്നു. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ. നോക്കണേ, ഈ വിധത്തിൽ അവൻ്റെ സന്നിധിയിൽ കടന്നു വരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൽ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ആരാധനയ്ക്കായി കടന്നു വരേണ്ടത് ആവശ്യമാണ്. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ പ്രവേശിക്കണം. നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്കായി ദേവാലയത്തിൽ പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ പോകുക എന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. അപ്രകാരമല്ല നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നതെങ്കിൽ താങ്കൾ ആരാധനയ്ക്ക് പോകുന്നത് താങ്കൾക്കോ സഭയ്ക്കോ സഹായകമായിരിക്കില്ല. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ആരാണെന്നോ താങ്കൾ എവിടെ ആയിരിക്കുന്നു എന്നോ എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ദൈവം താങ്കൾക്ക് നല്ലവനാണ്. അവൻ എനിക്കും നല്ലവനാണ്. അതെ, ദൈവം എത്ര നല്ലവനാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ തീർന്നു പോയിട്ടില്ല. അവൻ അധികമായി താങ്കളോട് ദയ കാണിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ദയ തീർന്നുപോയി എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. താങ്കൾക്ക് വേണ്ടി അവൻ്റെ പക്കൽ ദയ ധാരാളമുണ്ട്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഏലിയാവ് സഹായിച്ച സരാഫത്തിലെ വിധവയുടെ ആ കലത്തിലെ മാവ് പോലെ അതൊരിക്കലും തീർന്നുപോയില്ല. അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. സ്തുതിയുടെ എത്ര മനോഹരമായ ഒരു സങ്കീർത്തനമാണിതല്ലേ? എനിക്ക് തോന്നുന്നു 101-ാം സങ്കീർത്തനം കൂടി ഇന്ന് ചിന്തിക്കുവാൻ നമുക്ക് സമയമുണ്ട് എന്ന്. എത്ര സങ്കീർത്തനങ്ങളാണ് ഒരുമിച്ച് പഠിക്കുന്നതില്ലേ? നീതിയിലും ന്യായവിധിയിലും ഭരണം നടത്തുന്ന രാജാവിനുള്ള പാട്ടാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. രാജാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സങ്കീർത്തനങ്ങളാണ് 101 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങൾ. അതിൻ്റെ ആദ്യത്തെ സങ്കീർത്തനമാണ് 101-ാം സങ്കീർത്തനം. കർത്താവായ യേശുക്രിസ്തു ആകുന്ന രാജാവിനെ ആണ് ഈ ഗാനങ്ങളിൽ സ്തുതിക്കുന്നത്. അവൻ നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവാകുന്നു. അവൻ ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ പോകുന്നു. ഇത് ദാവീദിൻ്റെ ഭരണത്തോട് ഒരു വിധത്തിലും ബന്ധപ്പെടുത്താവുന്ന ഒരു സങ്കീർത്തനമല്ല. അതുകൊണ്ട് ഇതൊരു പ്രവചന സങ്കീർത്തനമായിരിക്കേണ്ടതുണ്ട്. ദാവീദിൻ്റെ സന്തതിയായി വരും എന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞ ആളിനെയാണ് ഈ സങ്കീർത്തനം ഉറ്റുനോക്കുന്നത്. അത് ശലോമോനോ മറ്റാരെങ്കിലുമോ ആയിരുന്നില്ല.
ബേത്ലഹേമിൽ ജനിച്ച യേശു കർത്താവ്. ദാവീദിൻ്റെ വംശത്തിലും കുലത്തിലും പെട്ടവനായിരുന്നു അവൻ. സങ്കീർത്തനക്കാരൻ ആരെക്കുറിച്ച് പാടുന്നുവോ ആ വ്യക്തി കർത്താവായ യേശുവാകുന്നു. 1-ാം വാക്യത്തിൽ, ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. മറ്റ് സങ്കീർത്തനങ്ങളെപ്പോലെ ഈ സങ്കീർത്തനവും ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. അതെ, ഇന്ന് ദയയും ന്യായവും ഒരുമിച്ച് പോകുക വിഷമമുള്ള കാര്യമാണ്. അവ രണ്ടും ഒരുപോലെ പിടിച്ചുകൊണ്ടിരിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അതുകൊണ്ട് യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. അവൻ നീതിയുടെ രാജാവും സമാധാനത്തിൻ്റെ രാജാവുമാകുന്നു. ഇവിടെ എത്ര അത്ഭുതവാനായ രാജാവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കുക. 2-ാം വാക്യം, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദാവീദ് ഈ വിധത്തിൽ നടന്നതായി നമുക്ക് ഓർമ്മയില്ല. ഇവിടെ നാം കാണുന്നത് വീണ്ടെടുപ്പുകാരനായ ദൈവത്തെയാണ്, പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ. മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് രാജാവ് സംസാരിക്കുന്നത്. അവൻ ഭൂമിയിൽ മനുഷ്യപുത്രനായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. വീണ്ടെടുപ്പുകാരൻ എന്ന രീതിയിലുള്ള അവൻ്റെ പ്രവർത്തനത്തിൽ അവൻ പിതാവിൻ്റെ ഏകജാതനായിരുന്നു. എന്നാൽ അവൻ ദൈവഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ താഴ്മ ധരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവൻ മനസ്സോടെയാണ് അതെടുത്തത്. ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുവാനാണ് നാം സാധാരണ ശ്രമിക്കാറുള്ളത്. നമ്മെ ഒരു ഉന്നത സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അവനൊരു താണസ്ഥാനമെടുത്തു. തൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപ് ക്രിസ്തു പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറഞ്ഞു. എബ്രായർ 10:7 ഞാൻ വായിച്ചത്. തന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് തൻ്റെ ആഹാരം എന്ന് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു. അവൻ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്തു. എൻ്റെയും നിങ്ങളുടെയും രക്ഷ, അതിന് ആവശ്യമായുള്ളത് അവൻ പ്രവർത്തിച്ചപ്പോൾ അവൻ ക്ഷമയോടെ എൻ്റെ നാഴിക എന്ന് പറഞ്ഞ സമയത്തിനു വേണ്ടി കാത്തിരുന്നു. ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ഇപ്പോഴും അവൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ്. പിതാവ് തന്നെ ഭൂമിയിലേക്ക് വീണ്ടും അയക്കുന്ന സമയത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:28 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഈ വാക്യം വളരെ ചർച്ചകൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം? അവൻ ഈ ഭൂമിയിൽ ഭരണം നടത്തിയ ശേഷം പിതാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അവൻ തൃത്വത്തിലുള്ള അവൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകും എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന്. ക്രിസ്തു ഏത് വിധത്തിലാണ് ഭരണം നടത്തുവാൻ പോകുന്നത് എന്ന് തുടർന്ന് നോക്കുക. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നാം വായിക്കുന്നത്. ഇവിടെ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു തന്നെ ആയിരിക്കും 1000 ആണ്ട് വാഴ്ചയിൽ ഭരണം നടത്തുകയും ന്യായവിധി നടത്തുകയും ചെയ്യുന്നത്. ന്യായവിധിയെല്ലാം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവൻ ഓരോ ദിവസം രാവിലെയും ഓരോരുത്തരെയും ന്യായം വിധിക്കും. അന്ന് അവർ നീതിയോടെ ന്യായത്തോടെ ഭരണം നടത്തുന്ന രാജാവിന് പുതിയ പാട്ട് പാടും. എത്ര മനോഹരമായ ഒരു അനുഭവമില്ലേ? ഈ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ?